ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഞാൻ കെയർ ഗീവിംഗ് ജോബ് ആണോ ചെയ്യുന്നത്, ചേച്ചിക്ക് എങ്ങനെയാണ് ഇത്രയും ഫ്രീ ടൈം കിട്ടുന്നത്, ചേച്ചി എങ്ങനെയാണ് ഇത്രയും പുറത്തിറങ്ങി നടക്കുന്നത്, അങ്ങനെയൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. നമുക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ആരുടെയെങ്കിലും ഒരു സഹായം വേണം. അപ്പൊ ഇന്നൊരു പ്രത്യേക സഹായം കിട്ടിയത് കൊണ്ട് കുറച്ച് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. അതെ, ഞാൻ ജോലി ചെയ്യുന്നത് ഇസ്രായേലിലെ ഹൈഫ റീജിയനിലുള്ള ഖ്ഫാർ തിക്വ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഡൗൺ സിൻഡ്രോം ഉള്ള അല്ലെങ്കിൽ എന്താ പറയുക അപകടത്തിൽ പെട്ടുപോയ ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഒരുമിച്ച് താമസിപ്പിച്ചിരിക്കുന്ന ഒരു വില്ലേജ് ആണ്. എ ഹോം ആൻഡ് എ സ്പെഷ്യൽ പ്ലേസ് ഫോർ പീപ്പിൾ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അങ്ങനെ വേണം ഈ വില്ലേജിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ. ഖ്ഫാർ എന്ന് പറഞ്ഞാൽ വില്ലേജ് എന്നാണ് അർത്ഥം. തിക്വ എന്ന് പറഞ്ഞാൽ ഹോപ്പ്, പ്രതീക്ഷ എന്നാണ്. നമുക്ക് പ്രതീക്ഷയുടെ ഗ്രാമം എന്ന് ഈ വില്ലേജിനെ വിശേഷിപ്പിക്കാം. അപ്പൊ ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന വില്ലേജ്. ഞാൻ ജോലി ചെയ്യുന്ന വില്ലേജും എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളും, നമ്മളുടെ ഒരു ഡേ ഇൻ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഒന്നും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വില്ലേജിൻ്റെ കാഴ്ചകളും മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വില്ലേജിന്റെ മുഴുവനായിട്ടുള്ള കാഴ്ചകൾ കാണിക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷേ ഈ വീഡിയോ എടുക്കാനായിട്ട് കിട്ടിയ ഒരു ദിവസം, എനിക്ക് കിട്ടിയ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്നൊരു ദിവസം ഇവിടുത്തെ വർക്ക്ഷോപ്പുകളൊന്നും ഓപ്പൺ അല്ല. അപ്പോൾ എല്ലാ വർക്ക്ഷോപ്പുകളും ഒന്നും ഓപ്പൺ ആയിട്ടല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല. എന്നാലും വോയിസ് ഓവറിൽ പറഞ്ഞു പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്ത് കാണണം. ഇസ്രായേലിലെ കെയർ ഗീവേഴ്സിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴേ എല്ലാവരുടെയും ലൈഫ് ഒരുപോലെ അല്ല. എന്നാലും നമ്മൾ പൊതുവേ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ആ ഒരു എംപ്ലോയറിന്റെ അവരുടെ ആവശ്യങ്ങൾ എന്താണോ, അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ ലൈഫ് എന്താണോ അതനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫ്. അവരുടെ റൊട്ടീൻ എന്താണോ അതനുസരിച്ചാണ് നമ്മുടെ റൊട്ടീനും പോകുന്നത്. ഇപ്പൊ നമുക്ക് രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇഷ്ടത്തിനുള്ള ആഹാരങ്ങൾ വെച്ച് കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈല്. പക്ഷെ ഒരിക്കലും ആർക്കും അവരവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. നാട്ടിൽ നിന്ന് എന്നെ കാണുന്നവരോ കേൾക്കുന്നവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ഓർത്താൽ മതി, നമ്മൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ കിട്ടുന്ന എംപ്ലോയറിന്റെ അവസ്ഥ എന്താണോ, അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതനുസരിച്ച് വേണം നമ്മളുടെ ദിവസത്തെ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ ദിവസത്തെ അറേഞ്ച് ചെയ്യാൻ. നമ്മുടെ എംപ്ലോയർക്ക് എന്താണോ ആവശ്യം അതിൻ്റെ അനുസരിച്ച് നമ്മളുടെ ലൈഫ് സ്റ്റൈല് അവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത് അതനുസരിച്ച് സ്കെഡ്യൂൾ ചെയ്യാൻ തയ്യാറായി ക്ഷമയോടുകൂടി വന്നാൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ ജീവിതം സുഗമമാകുള്ളൂ. അത് തന്നെയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ എംപ്ലോയറിന്റെ ആവശ്യകത എന്താണോ, എംപ്ലോയർക്ക് എന്താണ് ആവശ്യം, ആ മനുഷ്യന്റെ ഒരു ജീവിതം, ഒരു ദിവസത്തെ ജീവിതം എങ്ങനെ പോകണം, ആ ദിവസം ആ മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതനുസരിച്ചാണ് നമ്മളും നമ്മുടെ ജീവിതം കൺട്രോൾ ചെയ്ത് പോകുന്നത്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് എൻ്റെ മാത്രം കഥയാണ്, എല്ലാ കെയർ ഗീവേഴ്സിന്റെയും അല്ല. അപ്പോൾ ഓരോരുത്തരുടെയും കഥകള് മാറിയിരിക്കും, എല്ലാവരുടെയും ഒരുപോലെ അല്ല. ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നത് ഒരു വൂണ്ടഡ് ആർമി മാനാണ്. ആളിൻ്റെ പേര് മെയർ കബേലി എന്നാണ്. എല്ലാ ദിവസവും രാവിലെ ആൾക്ക് ആളുടേതായ ഒരു പ്രത്യേക റുട്ടീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ എണീറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്, കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, നമ്മുടെ രാവിലത്തെ പ്രഭാതചര്യകളൊക്കെ കഴിഞ്ഞിട്ടാണ് ആളെ ഞാൻ എഴുന്നേൽപ്പിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസം. אתה ממהר לשירותים? כן. אוקיי. תן לי את היד. בהחלט. שתי ידיים. נכון. הופה. יאללה. יופי. שים את הנעליים. 1, 2. 1, 2. שעה. 1, 2 שעה. 3. בוא. תן לי את היד. אותך אני אקח היום. כן. הופה. תשב בכיסא. לשבת. אוי, קר לי. קר לך? קר לי. יהיה בסדר. השמיכה לא מכסה. עכשיו אתה לא עם שמיכה. זהו.
കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. മേയറിൻ്റെ റൊട്ടീൻ എല്ലാം എല്ലാ ദിവസവും സെയിം ആണ് കേട്ടോ. രാവിലെ എല്ലാ ദിവസവും കുളിക്കും, ഒരു ദിവസം പോലും കുളിക്കാതിരിക്കത്തില്ല. എല്ലാ ദിവസവും കുളിക്കണം, കറക്റ്റ് സമയത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കണം. അതുപോലെ തന്നെ ഒരു കാര്യങ്ങളും രാവിലത്തെ റൊട്ടീൻ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു റൊട്ടീനുണ്ട്, അതനുസരിച്ച് മാത്രമേ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. കുളിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് TV ഓൺ ആയിരിക്കണം. TV കേട്ടോണ്ടേ ഫുഡ് കഴിക്കുകയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. കുഞ്ഞു വാവകളെ പോലെയാണ് മേയർ. നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും, ഒന്നും തിരിച്ചു പറയില്ല. എന്ത് ചെയ്യാൻ പറഞ്ഞാലും അതുപോലെ ചെയ്യും. പക്ഷെ പുള്ളിക്ക് അറിയാം പുള്ളിക്ക് എന്താണ് വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള നല്ല ബോധമുള്ള ആളാണ് കേട്ടോ. ഒരു പരിപാടി നടക്കില്ല, ഒരു കള്ളപ്പരിപാടി നടക്കുകയില്ല. പക്ഷെ കുഞ്ഞു വാവകളെ പോലെയാണ് സ്വഭാവമല്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കലാപരിപാടി എന്ന് പറയുന്നത്, ഞങ്ങൾക്കിവിടെ വില്ലേജിനകത്ത് കുറച്ച് വർക്ക്ഷോപ്പുകളുണ്ട്. ഇവിടുത്തെ മെമ്പേഴ്സിനെ കൊണ്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്ന വർക്ക്ഷോപ്പുകളുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു വർക്ക്ഷോപ്പിൽ മേയർ ജോലിക്ക് പോകുന്നുണ്ട്. ജോലി എന്ന് പറഞ്ഞാൽ ശമ്പളത്തിന് വേണ്ടിയല്ല, അവരെ കൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു രീതി, അവരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ബിസി ആക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു 9-9:30 ആകുമ്പോഴത്തേക്കും കൊണ്ടുപോകണം. ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി വർക്ക്ഷോപ്പിന് ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പരിമിതികളുണ്ട്. കാരണം ഇവിടുത്തെ ചില മെമ്പേഴ്സിനൊക്കെ ക്യാമറയൊക്കെ ഭയങ്കര പേടിയാണ്. ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന പോലെയല്ല, ഏറെ നേരം നമ്മൾ ഒരു ക്യാമറ ഓൺ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ചില മെമ്പേഴ്സിനെ മാനിച്ചുകൊണ്ട് നമുക്ക് വില്ലേജിൻ്റെ അകത്തുള്ള വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കൽ ഇമ്പോസിബിൾ ആണ്. എന്നാലും ഞങ്ങളുടെ ദിവസങ്ങൾ ഇങ്ങനെയാണ്. രാവിലെ ഞങ്ങൾ വർക്ക്ഷോപ്പിൽ പോകുന്നു, അവിടെ മേയർ പോയി വർക്ക് ചെയ്യുന്നു. ഒരു 12 മണി വരെ അവിടെ വർക്കുണ്ട്. ആ 12 മണിക്ക് മുമ്പ് അവിടുന്ന് പോയി എടുത്തുകൊണ്ട് തിരിച്ചു വരണം. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡ് എടുക്കാൻ പോകണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. രാവിലെ ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന ഒരു സംഭവമാണിത് കേട്ടോ. മേയറിനെ രാവിലെ വർക്ക്ഷോപ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം എനിക്ക് ഫ്രീ ടൈം ഉണ്ട്. മേയർ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാം. ആ ഫ്രീ ടൈമിലാണ് എനിക്ക് വീട് ക്ലീനിങ്, എന്താ പറയുക, എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾ, ഭക്ഷണം കഴിക്കുക. പിന്നെ ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ കൂടുതലും ഫോൺ കോളുകളൊക്കെ ചെയ്യുന്നത്. എന്നെ ആരെങ്കിലുമൊക്കെ രാവിലെ തൊട്ട് കോൺടാക്ട് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ, മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജിന് മറുപടി കൊടുക്കുക, വിളിച്ചവർ കോൾ എടുക്കാൻ പറ്റാത്തവരെ തിരിച്ച് വിളിക്കുക. ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണ് ഞാൻ കിട്ടുന്ന ഒരു ഫ്രീ ടൈമാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴും പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഫ്രീ ടൈം കിട്ടും. പിന്നെ ഉച്ച കഴിഞ്ഞ് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ചില ദിവസങ്ങളിൽ മ്യൂസിക് പ്രാക്ടീസ്, അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ വീട്ടിൽ തന്നെയായിരിക്കും. ആ സമയങ്ങളൊക്കെയാണ് ഞാൻ കാവല ഓവേദിൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ട്രാൻസ്ലേഷൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഈ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഞങ്ങളുടെ ഈ ഒരു സ്കെഡ്യൂളിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഫ്രീ ടൈമാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, മേയറിന് ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോലും ഫോൺ കോൾ എടുക്കുന്നത് കൊണ്ടോ അങ്ങനെ പരാതിയുള്ള ഒരു മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ വേറെ എംപ്ലോയർമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാത്തൊരു ഭാഷയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ തോന്നുമല്ലേ, അപ്പം ചിലപ്പോൾ ചൂടാവുകയൊക്കെ ചെയ്യും. പക്ഷെ മേയർ അങ്ങനെയല്ല. മേയറിന് അങ്ങനെ ഒരു പരാതിയില്ല. നമ്മൾ എത്ര ഫോണിൽ സംസാരിക്കുന്നുണ്ടോ, ഫോൺ എടുക്കുന്നത് കൊണ്ടോ, മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ടോ അങ്ങനെയുള്ള പരാതി ഒന്നും ഉള്ള ഒരാളല്ല. കാരണം മേയറും മറ്റുള്ളവരെ സഹായിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതാണ് എൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പോലും, പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ ഞാൻ കോൾ എടുക്കും. പലരോടും സംസാരിക്കുമ്പം എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ പറയാറുണ്ട്, ഞാൻ വണ്ടിയിലാണ്, ഞാൻ മേയറിൻ്റെ കൂടെയാണ്, ഞാൻ വണ്ടി ഓടിക്കുവാണ്, കുറച്ചുകൂടി ഉറക്കെ പറയൂ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇതാണ് മേയർ ചെയ്യുന്ന വർക്ക്. അവിടെ എന്താ പറയുക, ഒരു ചെറിയ ഒരു കാർഡ്ബോർഡ് പോലെ അവർ
ഒരു കട്ട് ചെയ്ത് കൊടുക്കും. അതിന് ആകൃതി കൊടുക്കുക, കളർ കൊടുക്കുക, ഓരോ പിന്നൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉച്ചയ്ക്ക് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് എടുക്കാൻ പോകണം. നമുക്കിവിടെ കോമൺ ആയിട്ടൊരു ഡൈനിങ് റൂം ഉണ്ട്, അവിടെ പോയി ഫുഡ് എടുക്കണം. ആ പോകുന്ന പോക്കിൽ വേസ്റ്റ് കളയണം. അങ്ങനെ കുറേ കലാപരിപാടികളുണ്ട്. ഈ സമയത്തൊക്കെ ഞാൻ ഓരോ കോളിലായിരിക്കും കേട്ടോ. ഇങ്ങനെ കിട്ടുന്ന സമയങ്ങളെല്ലാം വരുന്ന കോളുകളെല്ലാം ഞാൻ എടുക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സെക്കൻഡ് പോലും ഞാൻ അങ്ങനെ എന്താ പറയുക മാറ്റി വെക്കാറില്ല, നഷ്ടപ്പെടുത്താറില്ല. ഈ പോകുന്ന പോക്കെല്ലാം ഫോൺ ഇങ്ങനെ ഓണാണ്, കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഞാനിങ്ങനെ കോളുകൾ എടുത്തുകൊണ്ടിരിക്കും. ആളുകളോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ചിലവഴിച്ചു പോകുന്നത്. പലരും വിശ്വസിക്കത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പക്ഷെ എന്നെ അടുത്തറിയാവുന്ന, എൻ്റെ അടുത്ത് വരാറുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ ഈ ഡൈനിങ് റൂമിലൊക്കെ ഫുഡ് എടുക്കാനൊക്കെ ചെല്ലുമ്പോഴൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ ഈ ബ്ലൂടൂത്ത് ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെയുള്ള ആൾക്കാർ തന്നെ ചോദിക്കാറുണ്ട്, നീ എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു, നീ എങ്ങനെ ഇങ്ങനെ ഫോണിനകത്ത് തന്നെ ഇരിക്കാൻ പറ്റുന്നു എന്ന്. പിന്നെ എനിക്കിവിടെ ഉള്ള ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ, ഞാനിങ്ങനെ ആൾക്കാരെ സഹായിക്കാറുണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടെ ഇരിക്കാറുണ്ടെന്നുള്ളത് അറിയാവുന്ന ആൾക്കാരാണ് കൂടുതലും ഇവിടുത്തെ സ്റ്റാഫുകൾ പോലും. അപ്പം ഞാനിങ്ങനെ ഫുൾ ടൈം ഫോണിൽ ഇരിക്കുമ്പം അവരും ചോദിക്കും, എന്താണ് നിനക്ക് എന്തെങ്കിലും സഹായം വേണോ, ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണോ, ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇവിടുത്തെ ആൾക്കാർ തന്നെ ചോദിക്കാറുണ്ട്. അപ്പം ഇതൊരു ടീം വർക്കായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനത് എല്ലായിടത്തും പറയാറുണ്ട്, ഇത് ഞാൻ തന്നെ ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്കല്ല, എൻ്റെ കൂടെ ഇവിടുത്തെ ആൾക്കാർ കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്കായിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഇനി കുറച്ച് സമയം നമ്മുടെ വില്ലേജിന്റെ കുറച്ച് കാഴ്ചകൾ കാണാവേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇതെന്നാ സാധനം എന്നറിയാവോ, നമ്മുടെ നാട്ടിലെ കണിക്കൊന്ന. ഓണമൊക്കെ അടുത്ത് വരുവാണേ. ഞങ്ങളുടെ വില്ലേജിൽ ഒരു കണിക്കൊന്നയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ വില്ലേജിന്റെ ഉള്ളില് ഒരു എന്നാ പറയാ ജീവികളെയൊക്കെ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, ഇവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. 4 പച്ചയല്ലേ, കൊടുത്തു നോക്കാം. ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു സൂ പോലെ, സൂ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും കുറച്ച് മൃഗങ്ങളെയൊക്കെ ഞങ്ങളിവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കുന്ന മെമ്പേഴ്സിനെ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ വർക്ക്ഷോപ്പുകളുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, വർക്ക്ഷോപ്പുകളെല്ലാം ഒന്നും ഓപ്പൺ അല്ല. അപ്പോൾ കണ്ടോ, എന്നെ കിട്ടിയ അവസരത്തിൽ അവരത് ഉപയോഗിക്കുവാണ്. അപ്പോൾ ഇത് നമ്മുടെ കണിക്കൊന്നയാണ്. ഞാനിതൊന്ന് വിടുവാണേ, കാരണം ഇവർക്കത് തിന്നാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. താത്ത് കൊടുത്തത് എൻ്റെ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ മെമ്പേഴ്സിനെ കൊണ്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് വർക്കുകളൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണിത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഈ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പീപ്പിൾ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, എൻ്റെ ആങ്ങളയ്ക്ക് ഒരു കുഞ്ഞുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ചാനലിൽ കൂടെ തന്നെ അറിയാം. അപ്പോൾ അവരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവർ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ അതുപോലെയുള്ള വർക്ക്ഷോപ്പുകളാണ് ഇതിനുള്ളിൽ മൊത്തം. അതിലൊരു വർക്ക്ഷോപ്പിലാണ് നമ്മുടെ മേയറും ജോലി ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ വില്ലേജിൻ്റെ, കഫർ തിക്വയുടെ വില്ലേജിലെ ഒരു പീനാത്ത് ഹായ് എന്ന് പറയും. നമ്മൾ ഹീബ്രുവിൽ പീനാത്ത് ഹായ് എന്ന് പറയും. കോർണർ ഫോർ ലൈവ്സ്, ജീവന് വേണ്ടി അല്ലെങ്കിൽ ജീവികൾക്ക് വേണ്ടിയുള്ള ഒരു മൂല, അതാണ് അതിൻ്റെ അർത്ഥം, പീനാത്ത് ഹായ്. നമ്മുടെ ആടുകള്, പിന്നെ നമുക്കിവിടെ ഒരു കഴുതയുണ്ട്. ഇപ്പം നമുക്കിതിനകത്തെ കൂടുതൽ കാഴ്ചകൾ കാണാം. ഇതാണ് നമ്മളുടെ പീനത്ത് ഹായുടെ എൻട്രൻസ്. ഇവിടെ നമ്മുടെ നാടൻ കോഴികൾ കണ്ടോ, പൂവൻ കോഴി. ചിലരൊക്കെ പറയാറുണ്ട് ജീവികളിൽ പല ജീവികൾക്കും സൗന്ദര്യം ആൺവർഗത്തിനാണ്. സത്യമാണ് കേട്ടോ. പൂവൻ കോഴി കണ്ട, നാടൻ കോഴി. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ നാടൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്കിവിടെ ഒരു 6-7 മയിലുകളുണ്ട്. ഈ മയിലുകൾ മുട്ടയിടാറാവുമ്പം ഇവിടെ കൊണ്ടുവന്നിടും. ഇവിടെയാണ് അവരെ മുട്ടയിടിപ്പിക്കുന്നതും വിരിയിക്കുന്നതും ഒക്കെ. നോക്കിയൊരു അമ്മ മയിലും 3 കുഞ്ഞുങ്ങളും. നോക്കി എന്ത് രസമാണെന്ന് നോക്കി. ഇവിടെ നോക്കി, പെൺ മയില്, അതിന് നീളമുള്ള പീലിയില്ല. ഇവിടെയും നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. മയിലുകൾക്ക്, ആൺമയിലിനാണ് നീളമുള്ള പീലിയുള്ളത്,
പെൺമയിലിന് നീളമുള്ള പീലിയില്ല. അതാണ് നമ്മൾ വീണ്ടും പറയുന്നത്, ജീവികളിൽ ആൺവർഗങ്ങൾക്കാണ് സൗന്ദര്യം കൂടുതലെന്ന്. ദേ ഒരു കറുത്ത കൊമ്പൻ, ദേ വെള്ളക്കോഴികള്. എനിക്ക് എല്ലാവരുടെയും തൊപ്പിയൊക്കെ കാണാൻ എന്നാ രസമാന്ന് നോക്കി. മതി. പിന്നെ നമുക്കിവിടെ ലവ് ബേർഡ്സ് ഉണ്ട്. ഇവരുടെ ചിലപ്പ് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. മനസ്സിന് ഭയങ്കര സങ്കടം വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് കുറച്ച് നേരം നിന്നാൽ മതി. ഇവരുടെ പരിഭവം പറച്ചിലും ഇവരുടെ ഒരു വർത്താനമൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര രസമാട്ടോ. പിന്നെ ഇവിടെ നമ്മളുടെ മുയല്, പിന്നെ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ലവ് ബേർഡ്സ് അങ്ങനെയുള്ളവരെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവരെയൊക്കെ നോക്കുന്നതും ഇവർക്കൊക്കെ തീറ്റ കൊടുക്കുന്നതും ഒക്കെ ഇവിടുത്തെ മെമ്പേഴ്സാണ് കേട്ടോ. അവർക്കൊരു തെറാപ്പി പോലെയാണ്. മുയലുകളെ നോക്കിയേ, ഇവരെയൊക്കെ എടുത്ത് മടിയിൽ വെച്ച് താലോലിക്കുക, അവർക്ക് മരുന്ന് കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെയും കൊണ്ട് നടക്കാൻ പോവുക, ഇതൊക്കെ ഇവിടുത്തെ മെമ്പേഴ്സിനെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കുന്നതാണ്. മരത്തെ കയറാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മരം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മാൻ മെയ്ഡ് കുളമാണിത് കേട്ടോ. ഇത് നാച്ചുറൽ അല്ല, ഇവരിത് മെയ്ഡ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇതിനകത്ത് പ്രത്യേകം സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള സസ്യങ്ങളൊക്കെ ഇതിനകത്ത് വളരുന്നത്. ഇതിനകത്ത് കുറേ മീനുകളെ കൊണ്ടിട്ടുണ്ട്. കുഞ്ഞു മീനായിട്ട് ഇവിടെ കൊണ്ട് ഇട്ടപ്പോൾ തൊട്ട് ഞാനിവിടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പൊ വലുതായി കേട്ടോ. അവർ പെറ്റ് പെരുകി കുഞ്ഞ് നമ്മുടെ ഈ ഒരു വിരലിന്റെ ഒരു ചെറിയൊരു ആ ഒരു സൈസിൽ കൊണ്ടിട്ടതാണ്. അവരിപ്പോൾ പെറ്റ് പെരുകി ഒരുപാട് മീനുകളായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആമ്പല് ഇപ്പൊ ഒന്നും വിടർന്നിട്ടില്ല. മാൻമേട് കുളത്തില് അവർ തന്നെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ നാട്ടിലെ ആമ്പല് കേട്ടോ. ഇപ്പൊ വൈകുന്നേര സമയമാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് എല്ലാം കൂമ്പി നിൽക്കുവാണ്. ടോക്കിംഗ് ബേർഡ്സ്, ഇവരോട് നമ്മൾ അങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരതുപോലെ ഇങ്ങോട്ടും പ്രതികരിക്കും. ഹലോ 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 ഹലോ. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു വൈനറി ഉണ്ട്. വൈനറി ഇസ്രായേലില് നിങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ മിണ്ടാതിരിക്കും. ഇസ്രായേലില് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം തുലീബ് എന്ന് പറയുന്ന വൈൻ കാണുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഇവിടുന്ന് പോകുന്ന വൈനാണ്. നമ്മുടെ വില്ലേജിന്റെ വൈനറിയാണ്. വൈനറി കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കാം, ഇല്ലാത്തവരുണ്ടായിരിക്കാം. അപ്പം നമ്മുടെ വൈനറിയുടെ പുറത്തു നിന്നുള്ള കാഴ്ച കാണിക്കും. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇവിടെ ഓപ്പൺ അല്ല. എപ്പോഴെങ്കിലും ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലെ പ്രോസസ്സിംഗ് ഒക്കെ കാണിച്ച് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വൈനറി, വൈൻ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. നമുക്കിവിടെ വൈൻയാർഡ് ഉണ്ട്. എന്താ പറയുക, മുന്തിരി ഇവിടെ തന്നെ മുളപ്പിച്ച് ഇവിടുന്ന് തന്നെ പറിച്ചെടുത്ത് ഇവിടുത്തെ തന്നെ മുന്തിരിയും പിന്നെ പുറത്തു നിന്നുള്ള മുന്തിരിയും കൊണ്ടുവന്ന് വൈൻ ആക്കിയെടുക്കുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മുടെ വൈൻയാർഡ്. ഓക്കെ, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള കാഴ്ച കാണിക്കാൻ പറ്റുള്ളൂ. ഇതിനകത്തേക്ക് നോക്കിയേ, ഇതാണ് ഇതിന്റെ പ്രോസസ്സിങ്. ഇവിടെ കാണുന്നില്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇതിന്റെ പ്രോസസ്സിങ്. ആദ്യം മുന്തിരി ഇടുന്നു, പിന്നെ അങ്ങനെ അതിന്റെ ഓരോ ചേരുവകളും ഇട്ട് ഓരോ കണ്ടെയ്നറിൽ കൂടെയും ഇട്ട് വന്ന് അതിൻ്റെതായ സമയങ്ങളിൽ ഓരോ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് അടുത്ത ഒരു കണ്ടെയ്നറിലേക്ക് വരുന്നു, അങ്ങനെ 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 വന്ന് ഏറ്റവും അവസാനം വരുന്ന കണ്ടെയ്നറിൽ നിന്ന് നമ്മളിപ്പോൾ കാണുന്ന പോലെയുള്ള കണ്ടെയ്നറിലേക്ക് നിറച്ചെടുക്കും. എന്നിട്ട് കുറേ നാൾ സൂക്ഷിച്ചതിന് ശേഷം മാത്രമാണ് അത് വിപണിയിലേക്ക് കൊണ്ടുപോകുന്നത്. പഴക്കം കൂടുന്തോറും ഇതിന് വില കൂടിക്കൊണ്ടേയിരിക്കും. ഇവിടെ പോലും നമ്മൾ ഈ വൈൻ നിറച്ച് വെച്ചിരിക്കുന്ന ഈ കണ്ടെയ്നറിൽ പോലും എഴുതിയിരിക്കുന്നത് ബ്രിങ് ദം ഹോം നൗ. നമ്മുടെ ഹോസ്റ്റേജസ് 58 ഹോസ്റ്റേജസ് ഇപ്പോഴും ഹമാസിന്റെ കയ്യിലാണ്. അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആഹ്വാനമാണ് ഈ കണ്ടെയ്നറിൽ പോലും എഴുതിയിരിക്കുന്നത്. ഓക്കെ,
നമ്മളിപ്പോ നമ്മുടെ കൂടെ ഉള്ളത് 2 വോളണ്ടിയേഴ്സ് ആണ്. അതായത് ഇസ്രായേലില് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 11th 12th കഴിഞ്ഞിട്ട് അടുത്ത ഒരു പഠനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 1 വർഷം അവർക്ക് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുത്താൽ അവർക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ഈ വർഷം ഇവിടെ കഫർ തിക്വയിലുള്ള 2 വോളണ്ടിയേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. മീറ്റ്, can you introduce yourself? Hi, I'm Leah. I am a Shinshinit Bakfar. Shinshinit means volunteer, Yeah. right? Volunteer, yeah. I'm in Bar. I'm also a volunteer in the Kfar. Come to Kfar Tikva. It's the best. Visit us, yeah. This is the best come place. To work with us. കണ്ടോ, അവര് എത്ര എന്താ പറയാ, വലിയ കുടുംബത്തിൽ പിറന്നാണെങ്കിലും എത്ര നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികളാണെങ്കിലും അവർക്ക് അതിനകത്തൊന്നും ഒരു ലാഭമോ നഷ്ടമോ നാണക്കേടോ ഒന്നുമില്ല. അവർ ചെയ്യുന്ന എന്താണെന്ന് നോക്കിക്കേ. ഇവിടുത്തെ ആടുകൾക്ക് ഭക്ഷണം കൊടുക്കുക, കുതിരകൾക്ക് ഭക്ഷണം കൊടുക്കുക, കഴുതകൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഗുഡ് ജോബ്. תודה רבה למה שאתם עושים בהצלחה. תודה. ഇപ്പൊ നമ്മളുള്ളത് ഈ വില്ലേജിന്റെ അകത്തെ ഒരു ഗ്യാലറിയാണ്. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ മെമ്പേഴ്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്, അവരെ കൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കുന്നുണ്ട്. നമ്മുടെ മേയർ ചെയ്യുന്ന ജോലി ഈ മൃഗങ്ങളുടെ രൂപത്തില്, പഴങ്ങളുടെ രൂപത്തില്, അങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങള് കളർ കൊടുക്കുക, പിന്ന് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ജോലികളാണ്, ആർട്ട് വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവർ ചെയ്യുന്ന, ഇനി ഈ നമ്മൾ നേരത്തെ ആടിനെ കണ്ടില്ലേ, ഇവിടെ ചെമ്മരിയാടുണ്ട്, അതിന്റെ തോല് എല്ലാ വർഷവും അവര് എടുത്ത് അത് വൃത്തിയാക്കി ഉണക്കിയെടുത്ത് അതുകൊണ്ട് പാവകൾ ഉണ്ടാക്കാറുണ്ട്. ഒത്തിരി വർക്കുകൾ അവർ ചെയ്യാറുണ്ട്. അങ്ങനെ അവർ ചെയ്യുന്ന വർക്കുകളെല്ലാം ഇതുപോലെ ഒരു ഗ്യാലറിക്കുള്ളിലാണ് അവർ വെക്കുന്നത്. ഇതൊരു എക്സിബിഷൻ സെന്റർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ പല സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ മെമ്പേഴ്സ് ചെയ്യുന്ന എല്ലാ വർക്കുകളും ഈ ഗ്യാലറിക്കകത്താണ് ഉള്ളത്. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ആർട്ട് തിക്വ. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു കുതിരാലയമുണ്ട്. ഇവിടെ നമുക്ക് മൊത്തം 4 കുതിരകളുണ്ട് കേട്ടോ. ഈ കുതിര സവാരി ഇവിടുത്തെ മെമ്പേഴ്സിന് ഇതേപോലെ തന്നെ ഒരു തെറാപ്പിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. കുതിരനെ സവാരി ചെയ്യിക്കാനും അവർക്ക് തീറ്റ കൊടുക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സമ്പ്രദായമാണ്. 4 പേരാണ് നമുക്ക് നിലവിലുള്ളത് കേട്ടോ. ഇവിടെ ഒരാളുണ്ട്, നല്ലൊരു ചുന്നരി, ഒരു ബ്രൗൺ ചുന്നരി. എന്ത് രസമാന്ന് നോക്കി അവളുടെ വാലൊക്കെ കാണാൻ. പിന്നെ ഇവിടെ ഒരാളുണ്ട്, ബ്രൗൺ ആൻഡ് വൈറ്റ്. അതെ, ബ്രൗൺ ആൻഡ് വൈറ്റ് ചുന്നരി. എന്തോ കണ്ണിന് എന്തോ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാന്ന് തോന്നുന്നു കണ്ണ് മൂടി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അവള് തീറ്റ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു വെള്ള ചുന്നരി, ഒരു കറുത്ത ചുന്നരി. നമ്മളുടെ 58 ഹോസ്റ്റേജസിനെ ആരും മറക്കരുത്. ഈ 58 ഹോസ്റ്റേജസില് 2 പേര് ഈ വില്ലേജിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഇരട്ട സഹോദരന്മാരാണ്. അതായത് ലിറാൻ ബർഗ്മാൻ എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ എല്ലാവരും ന്യൂസിൽ കാണുന്നുണ്ടായിരിക്കും. ആ സഹോദരന്റെ 2 ഇരട്ട സഹോദരന്മാര് അതിൽ ഉണ്ട്, 58 പേരിലുണ്ട്. വില്ലേജിലുള്ള എല്ലാ ആൾക്കാരും അവരോടൊപ്പമാണ്. അപ്പോൾ ഹോസ്റ്റേജസിനെ ആരും മറക്കരുത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു കോർണറാണ് ഇത്. ഇതൊരു വർക്ക്ഷോപ്പാണേ, എല്ലാം പുറത്തുനിന്നേ കാണിക്കാൻ പറ്റുള്ളൂ. ഈ വർക്ക്ഷോപ്പിൽ അവർ ചെയ്യുന്നത് നമ്മുടെ ന്യൂസ് പേപ്പറുകളില്ലേ, ന്യൂസ് പേപ്പർ വെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു പ്രത്യേകതരം പശയുണ്ട്. ആ പശയും വേറെ എന്തോ ഒരു മെറ്റീരിയലും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഹാർഡാക്കി എടുത്തിട്ട് അതും കൊണ്ട് ആൾ രൂപവും മൃഗത്തിന്റെ രൂപവും ഓരോന്നുണ്ടാക്കിയെടുക്കുന്നു. ഈ കാണുന്ന ഈ സാധനം നമ്മുടെ ന്യൂസ് പേപ്പറിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ മെമ്പേഴ്സ് ചെയ്യുന്നതാണ്. ഇപ്പത്തെ ഈ കാണുന്ന ക്രോക്കഡൈൽ, ഇത് ന്യൂസ് പേപ്പർ വെള്ളത്തിൽ കുതിർത്ത് പശ ചേർത്ത് അവരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന രൂപമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ജിറാഫ്, ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ജിറാഫിനെയാണ് കേട്ടോ. ജിറാഫിനെയാണ്. ഈ കാണുന്ന ജിറാഫിനെയും ന്യൂസ് പേപ്പർ, നമ്മൾ ഈ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പർ വെച്ച് കുതിർത്ത് പശയൊക്കെ ചേർത്ത് അവരുടെ കൈ കൊണ്ട് തന്നെ അവരുണ്ടാക്കിയെടുക്കുന്ന വർക്കാണ്. അടുത്ത കാഴ്ച നമ്മുടെ വില്ലേജിന്റെ ഉള്ളിലെ ഒരു ചെറിയ വെജിറ്റബിൾ ഗാർഡൻ ആണേ. നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. ഇതൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെമ്പേഴ്സിനെ കൊണ്ട് തന്നെ അവരെ കൊണ്ട് തന്നെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ഗാർഡൻ ആണ്. ഒരുപാട് വെജിറ്റബിൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, എന്നാലും അത്യാവശ്യം
നമുക്ക് ഡെയിലി വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ അവർ മുളപ്പിക്കാറുണ്ട്, കൃഷി ചെയ്യാറുണ്ട്. അതിനിടയ്ക്ക് നമ്മളുടെ അലുക്കുടുത്ത് ചില കൃഷികളൊക്കെ നമ്മളും ചെയ്യാറുണ്ട്. പയറ്, പാവല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളും ചില സമയത്ത് കൊണ്ട് നടാറുണ്ട്. നമ്മൾ തന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അവർ ചെയ്യത്തില്ല, അവർ സഹായിക്കും, നമ്മുടെ കൂടെ നിൽക്കും, വെള്ളമൊഴിക്കാനും വളവിടാനും ഒക്കെ അവർ ചെയ്യും. അപ്പം നമ്മുടെ ഒരു ചെറിയ ഒരു ഗാർഡനാണ്. പക്ഷെ ഇതിൻ്റെ അകത്തുണ്ടല്ലോ നമ്മുടെ ഒരു വില്ലാളി വീരനുണ്ട്, ഒരു വലിയ കറിവേപ്പ് മരം. ഈ കറിവേപ്പ് മരം ഞാനൊരു കുഞ്ഞു കുരു നട്ട് കിളിപ്പിച്ചെടുത്തതാണ്. അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം. അത്യാവശ്യം പച്ചമുളക്, പിന്നെ നമ്മളുടെ ക്യാബേജ്, തക്കാളി, അങ്ങനെയുള്ള നമ്മുടെ എന്നാ പറയുക ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉള്ളൂ ഇതിനകത്ത് കൃഷി ചെയ്യുന്നുള്ളൂ. ഇതൊരു ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുന്നതല്ല. ഇവിടുത്തെ മെമ്പേഴ്സിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. ഇതിനുള്ളിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം ഇടാനായിട്ടുള്ള വളം ഇവർ തന്നെ നമ്മൾ കമ്പോസ്റ്റ്, നമ്മുടെ നാട്ടിൽ കമ്പോസ്റ്റ് ചെയ്യുന്ന പറയത്തില്ലേ, ഇവിടുത്തെ മുന്തിരി നമ്മുടെ വൈൻയാർഡില്ലേ അവിടെ വരുന്ന വേസ്റ്റ് അങ്ങനെയുള്ളതെല്ലാം ഒരുമിച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആടുകള്, കുതിരകള്, അവരുടെയൊക്കെ കാഷ്ടം അതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കമ്പോസ്റ്റ് ചെയ്ത് ഇതിനകത്ത് തന്നെ എടുക്കുന്ന കമ്പോസ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അല്ലാതെ പിന്നത്തെ നമ്മുടെ നാട്ടിലെ അമ്പഴങ്ങ, ഇത് നാട്ടിൽ നിന്ന് കുരു കൊണ്ടുവന്ന് ഇട്ട് കിളിപ്പിച്ചതാട്ടോ അമ്പഴങ്ങ. ഇതായി വരുന്നേ ഉള്ളൂ, കുഞ്ഞാണ്. ഇത് നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ, പഴുത്തല്ല വിളഞ്ഞ് വരുമ്പോഴത്തേക്കും ചമ്മന്തി അരയ്ക്കാൻ നല്ല സൂപ്പറാണ്. കുറച്ചേറെ ഉണ്ടായിട്ടുണ്ട്. വലിയ മരമൊന്നും ആയില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വേണ്ട കായൊക്കെ തരാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തുളസിയുണ്ട്, ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ പയറ്, പാവല്, പടവളങ്ങ ഒക്കെ നമ്മൾ നടാറുണ്ട് ഇവിടെ. ഇപ്പൊ നട്ടിട്ടില്ല, ഇപ്പൊ സീസൺ അല്ല. ഈ ചൂടുകാലം നല്ല ചൂടുകാലം ആയി കഴിയുമ്പോൾ വേണം നടാന്. ഇവിടെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പന്തലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ വേറൊരു ഇന്ത്യക്കാരനും കൂടെ ഉണ്ട്. അപ്പം അവരുടെയൊക്കെ കൂട്ടായ സഹകരണവും പിന്നെ നമ്മുടെ ഇവിടുത്തെ മെമ്പേഴ്സിന്റെ കൂട്ടായ സഹകരണം കൊണ്ടാണ് ഇവിടെ നമ്മൾ പയറും പാവലും ഒക്കെ നടുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ തൽക്കാലം മത്തങ്ങയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഴത്തോട്ടമുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കറിവേപ്പില മരം കാണണ്ടേ, കുഞ്ഞിക്കുരു ഇട്ട് കിളിപ്പിച്ച വലിയ മരത്തിന്, ആൽമരത്തിന്. ദേ കണ്ടാ, നമ്മുടെ സുന്ദരക്കുട്ടപ്പനെ ഒരു കുഞ്ഞി കുരുവിൽ നിന്ന് കിളുത്ത് വന്ന ഒരു തൈയാണ് ഇപ്പൊ നല്ല മരമായിട്ട് ഇത്ര ഉയരത്തിൽ നിൽക്കുന്നത്. ശരിക്കും ഞാൻ ഈ കുരു ഇവിടെ ഇട്ടപ്പോ ഉണ്ടല്ലോ, ഇവിടെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നേ, കുറച്ചുകൂടെ പൊക്കം ഉണ്ടായിരുന്നു ഇവിടെ, മൊത്തം മണ്ണൊക്കെ ആയിട്ട്. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമിനകത്താണ് ഞാൻ ആ കുരു കൊണ്ട് കുഴിച്ചിട്ടത്. പക്ഷെ സ്ഥലം മാറിപ്പോയി. അപ്പം ഈ ഒരു മരത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അത്രയും ഭാഗത്തെ മാത്രം മണ്ണ് അവരിപ്പോ സൂക്ഷിച്ചിരിക്കുവാണ്. ബാക്കി എല്ലാ മണ്ണും അവർ ഇടിച്ചു നിരത്തി. ഇത് ഞാൻ അവരോട് കയ്യേ കാലേ പിടിച്ചത് കളയല്ലേ എന്ന് പറഞ്ഞിട്ട് നിർത്തിയിരിക്കുവാണ്. ഇത്രേ ആയിട്ടുണ്ട്. ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാണ്. കാരണം ഇങ്ങനെ ഒരു കറിവേപ്പ് നമ്മുടെ ഇസ്രായേലിൽ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ, ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്തുണ്ട്. പക്ഷെ ഇസ്രായേലിൽ കറിവേപ്പ് പിടിച്ച് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും ആക്കി എടുത്തിട്ട് നോക്കി, ഇതിന്റെ വേരിന്റെ ഒക്കെ ബലം നോക്കിക്കേ, വേരെന്തേരം പോയെന്ന് നോക്കി. അപ്പം ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചു കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ഉണ്ടല്ലോ, ഞങ്ങൾ കുരുവിട്ട് തൈയായിട്ട് ഇവിടെ കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പൈസയൊന്നും വേണ്ടേ, ഫ്രീ ആണ്. പക്ഷെ ഇവിടെ വന്ന് എടുത്തോണ്ട് പോകണം, അത്രേ ഉള്ളൂ. ഷൈനിബാബു എല്ലാം ബിസിനസ്സിനാ ചെയ്യുന്നതെന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ കറിവേപ്പ് വിറ്റിട്ട് ജീവിക്കുകയാണെന്നുള്ള പേരും കൂടെ വരല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ കുരുവിട്ട് അതൊരു റിസർച്ചായിട്ട് ഞങ്ങൾ ചെയ്തതാണ്. ഒത്തിരി കുഞ്ഞു തൈകൾ ഞങ്ങളിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ തരുന്നതായിരിക്കും, കോണ്ടാക്ട് ചെയ്താൽ. ഓക്കെ, ഇത് നമ്മുടെ അടുത്ത കപ്ലങ്ങ മരം. ദേ നമ്മുടെ ചെറിയ മുന്തിരിത്തോപ്പ്, നല്ല രസമില്ല കാണാൻ. ചൂടുകാലമായി, മുന്തിരി പഴുക്കുന്ന സമയമായി. അപ്പം വിളഞ്ഞു വരുന്ന മുന്തിരികളെല്ലാം ഇതുപോലെ പ്ലാസ്റ്റിക് കൂടുകളിട്ട് സൂക്ഷിച്ചു വെക്കും. മനസ്സിന് നല്ല പ്രയാസം വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ വന്നിരുന്ന ഒരു കോഫിയൊക്കെ കുടിച്ച് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് ചെറിയ വർത്താനമൊക്കെ പറഞ്ഞൊരു കോഫിയൊക്കെ കുടിച്ച് പോകുമ്പോൾ ഉണ്ടല്ലോ നല്ല സുഖമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പാട്ടെന്തായിരുന്നു? മുന്തിരിപ്പാടം പൂത്തു നിൽക്കും മുറ്റത്ത് കൊണ്ടുപോകാം, മുത്തുപോലെ നിന്നെ നെഞ്ചിൽ ചേർത്ത് വെച്ചോളാം. ഇത് കാണുമ്പം നമ്മുടെ ലാലേട്ടന്റെ ഡയലോഗ് ഓർമ്മ വരുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അതിരാവിലെ മുന്തിരിത്തോപ്പിലേക്ക് പോകാം, മുന്തിരി വള്ളികൾ തളിർത്തോ എന്ന് നോക്കാം,
അന്നേരം നമ്മുടെ നായിക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എല്ലാവരും കമന്റ് ചെയ്യണേ. അപ്പൊ ഇങ്ങനെ നമ്മുടെ വില്ലേജിൽ ഇതുപോലെയുള്ള ഓപ്പൺ ഏരിയകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് ഒരുമിച്ച് വന്നിരുന്ന് ഇരിക്കാനും സംസാരിക്കാനും കോഫി കുടിക്കാനും ഒക്കെയുള്ള ചെറിയ ചെറിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഫീൽഡ് ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ കലാനിയോത്ത് എന്ന് പറയുന്ന ഒരു പൂവിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇവിടുത്തെ ദേശീയ പുഷ്പമാണ്, ഇസ്രായേലിന്റെ ദേശീയ പുഷ്പമാണ് കലാനിയോത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നിലവിലില്ല, പക്ഷെ ആ പൂക്കള് ആരും വെച്ച് നട്ടുപിടിപ്പിക്കാതെ തനിയെ പ്രകൃതി തന്നെ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അത് പൂക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രൗണ്ട് മൊത്തം കളാണിയോത്ത് പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽഡാണിത്. ഇതാണ് നമ്മളുടെ ഓൾഡ് ഏജ് ഹോം. വീൽ ചെയറിലും സ്ട്രക്ചറിലും ഒക്കെയുള്ള പേഷ്യൻസിനെ ഇവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന അത്യാവശ്യം നമ്മുടെ മേയറിനെ പോലെയൊക്കെ ഉള്ളവരൊക്കെ അത്യാവശ്യം എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഏറ്റവും അടുത്ത് എവിടെയാണോ എത്താൻ പറ്റുന്നത് അവിടേക്ക് വന്ന് അത്യാവശ്യം എക്സർസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരെണ്ണം മാത്രമല്ല, വില്ലേജിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഞാൻ ഈ വില്ലേജിന്റെ കാഴ്ചകൾ കാണിക്കുമ്പം പല സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം എക്സർസൈസ് ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. മസിലൊക്കെ വരുത്താനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവരെ കൊണ്ടേ ചെയ്യിപ്പിക്കാറുള്ളൂ കേട്ടോ. എല്ലാവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാറില്ല. ചില മെമ്പേഴ്സൊക്കെ ചെയ്യും. എൻ്റെ മേയറിനൊക്കെ ഭയങ്കര മടിയാണ്. ചില സമയത്തൊക്കെ ഫിസിയോതെറാപ്പിക്ക് പോലും പോകാനായിട്ട് ആൾക്ക് മടിയാണ്. ആഴ്ചയിൽ 2 ദിവസം ഫിസിയോതെറാപ്പി ഉള്ളതിൽ ആഴ്ചയിൽ 1 ദിവസമായിട്ടൊക്കെ കുറച്ചിരിക്കുക ഇപ്പം മടി കൊണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തരും ഓരോ രീതിയല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു കോമൺ ആയിട്ടുള്ള എക്സർസൈസിങ് ഏരിയാസ് ഒക്കെ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ബാലൻസ്, ഈ നടക്കുമ്പം ബാലൻസ് കിട്ടുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ. എൻ്റെ മേയറിന് ഏറ്റവും ഇല്ലാത്തതാണ് കേട്ടോ ബാലൻസ്. അപ്പൊ എവിടെയും പിടിക്കാതെ ബാലൻസ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു എക്സർസൈസ് ആണ്. ഇപ്പൊ ബാലൻസ് ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം ഒരു കൈ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ നടത്തിക്കും, ഒരു കാല് വെപ്പിക്കും, എന്നിട്ട് 2 കാല് വെപ്പിക്കും. ഇനി ഇത് പിടിക്കാതെ കൈ പിടിക്കാതെ കാല് മാത്രം എടുത്ത്, ഇത് ഇങ്ങനെ മൂവിങ് ആണ് കേട്ടോ, ഇത് മൂവ് ചെയ്യുന്ന സാധനമാണ്. അപ്പം എവിടെയും കൈ പിടിക്കാതെ ബാലൻസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടത്തിക്കും. ഇനി 2 കൈയും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് നടത്തിപ്പിക്കും. ഇങ്ങനെ എക്സർസൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. അതായത് നമ്മൾ ഒരു സഹായവും ഇല്ലാതെ നടന്ന ആൾക്കാര് പെട്ടെന്ന് ഈ റോളാട്ടർ എന്ന് പറഞ്ഞ നമ്മുടെ എന്താ പറയുക, ഹലിക്കോൺ എന്നൊക്കെ ഇപ്പം നമ്മൾ ഹലിക്കോൺ എന്ന് പറയില്ലേ, ഹലിക്കോൺ പിടിച്ച് നടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അതിലേക്കൊക്കെ എത്തണമെങ്കിൽ എന്തേലും അവരുടെ ബോഡി ബാലൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പം ഇങ്ങനെ നമ്മൾ ഉണ്ടോ 2 കൈയും പിടിച്ച് നടക്കുമ്പോഴാണ് നമുക്ക് ബാലൻസ് എങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഹലിക്കോൺ വേണം. എൻ്റെ മേയർ ഒന്നിൻ്റെ സഹായം ഇല്ലാതെ നടന്നുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ്. സിമ്പിളായിട്ട് നടന്നുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ആദ്യം ഹലിക്കോണിലെത്തി, അത് കഴിഞ്ഞ് റോളാട്ടറിലേക്ക് മാറി, ഇപ്പം തൽക്കാലം വീൽ ചെയറിലേക്ക് മാറി. മനുഷ്യനല്ലേ, മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ആക്ടിവിറ്റീസ്. അപ്പോളേ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു അതിഥിയും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങളുടെ കുഞ്ഞാവയാണിത്. ഇവളുടെ പേര് അതോ. ഒരു 4 വർഷമായിട്ട് ഇവളാണ് എൻ്റെ കളിക്കൂട്ടുകാരി. ഞങ്ങളുടെ കൂട്ട്, എനിക്കും എൻ്റെ മേയറിനും, ഞങ്ങൾ 3 പേരാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഇവളാണ് ഞങ്ങളുടെ മുത്ത്.